ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പോയിന്റ് സാറിന്റെ ഒരു കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും? അത് ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ. അതുവരെയ്ക്കും നമ്മളൊരു റൈറ്റിംഗിലും ഒരു പടം കിട്ടണം ആ പ്രോസസ്സിലായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന മുമ്പ് ഞാനൊരു ചെറിയൊരു മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്തു. മ്യൂസിക് വീഡിയോ ഒരു ഫ്രണ്ടാണ് ഷൂട്ട് ചെയ്തത്. ഹി ഈസ് ദ ഡയറക്ടർ ഓഫ് ദറ്റ് ഫിലിം. അവൻ ഓർഗനൈസ് ചെയ്തതാണ്. ഐ വാസ് ഹെൽപ്പിംഗ് ഹിം. ഒരു പ്രൊഡക്ഷൻ സൈഡിൽ ഞാൻ എല്ലാം ഓർഗനൈസ് ഒക്കെ ചെയ്തിട്ട് ഐ വാസ് ലെറ്റിംഗ് ഹിം ഹാൻഡിൽ ഇറ്റ്. പക്ഷെ പുള്ളി ഹി ഡിഡ്ന്റ് മേക്ക് എ ഫിലിം ഓർ ഹി ഡിഡ്ന്റ് കം ടു ദ ഇൻഡസ്ട്രി ആഫ്റ്റർ ദാറ്റ്. അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഓൺ ലൊക്കേഷൻ ഹി വാസ് വണ്ടറിങ് വാട്ട് ടു ഡു. എല്ലാ ആർട്ടിസ്റ്റ് പറഞ്ഞ ഒരു സിംഗർ ആയിരുന്നു. ആൻഡ് സിംഗറിന്റെ കൂടെ ആക്ട് ചെയ്യാൻ ഒരു ലവർ ക്യാരക്ടറിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആൻഡ് ക്രൂ വാസ് റെഡി. പക്ഷെ പുള്ളിക്ക് ഇങ്ങനെ ഷോട്ട് പറയാൻ പറ്റുന്നില്ല. ഇതെന്താ ഷോട്ട് എന്ന് പുള്ളിക്ക് അറിയില്ല. ഈവൻ ദോ ഈസ് ഡൺ ലോട്ട് ഓഫ് ഹോം വർക്ക്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് യുനോ പുള്ളി ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റിൽ. ആൻഡ് എവറിബഡി വാസ് വെയിറ്റിംഗ്. ഒരു 1-2 hours ഇങ്ങനെ പോയി. ദെൻ ഐ ജസ്റ്റ് സെഡ് കൻ ഐ ജസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടേക്ക് ഓവർ ചെയ്തു. ആൻഡ് ഹി ലെറ്റ് മീ ഡു ഇറ്റ്. ഓക്കെ ഗൗതം നീ പറഞ്ഞു മച്ചാ ഹി സെഡ്. മ്യൂസിക് വീഡിയോ വന്നപ്പോൾ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഐ തോട്ട് ഐ ഹവ് ഡൺ ദിസ് റൈറ്റ് എന്നും എനിക്കൊരു ഫീലിംഗ് കിട്ടി. Then Minnale happened, and Minnale was like, I was very confident about the shots and ഇന്ന് ഇത്രയും ഷോർട്സ് എടുക്കണം, ഇതാണ് പ്ലാൻ. ഒരു പ്ലാൻ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ കാക്ക ഐ മെയ്ഡ് ഇൻ എ വെരി ഡിഫറെൻറ്റ് സ്റ്റൈൽ. കുറേ നമ്മൾ പടം കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കരുത് ഈ ഷോർട്ട് ഡിവിഷൻ, ദർ ഷുഡ് ബി സംതിങ്, വേറെ ഒരു സ്റ്റൈൽ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. സോ ഐ എം വെരി കോൺഫിഡൻറ്റ് ഓൺ ലൊക്കേഷൻ. ഓൺ ലൊക്കേഷൻ വാട്ട് ഐ എം ഷൂട്ടിംഗ് ഐ എം വെരി കോൺഫിഡൻറ്റ് ഓഫ്.